ഹായ് ഫ്രണ്ട്സ്, A to Z ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുമായിട്ടൊരു സന്തോഷം പങ്കിടുവാനുണ്ട്. നമ്മുടെ ചാനൽ 1K+ സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. അതിനൊരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരും എൻ്റെ ഒന്നിച്ച് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ മാംഗോ മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. മാംഗോ മിൽക്ക് കേക്ക് അല്ലെങ്കിൽ ട്രസ്ലെറ്റസ് കേക്ക് എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനൊരു 4 മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുത്താൽ മതി. ഇതൊരു മീഡിയം സൈസ് മുട്ടയായതുകൊണ്ട് ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചായിട്ട് വേണം പൊടിച്ച പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്, ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ മാംഗോ കേക്ക് ആയത് കാരണം 1/4 കപ്പ് മാംഗോൻ്റെ പൾപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമൽ കേക്ക് ആണെങ്കിൽ നിങ്ങൾ മാംഗോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി. അതിലേക്ക് 1/2 കപ്പ് പാല്, ഫ്രിഡ്ജിൽ വെക്കാത്ത പാലായിരിക്കണം. അത് നമുക്ക് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് പൊടിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. പാലും പൊടിയുമായിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. സ്ലോലി ആയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പാല് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് പാലൊഴിക്കാം, പിന്നെയും പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്ലോലി ആയിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടിയോടെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ഈ പൊടി വന്നിട്ട് നിൽക്കും. വീണ്ടും നമ്മൾ പൊടിയും പാലും ഒഴിച്ചിട്ട് നമ്മൾ സ്ലോലി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മാംഗോൻ്റെ പീസും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്ലോലി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാംഗോ ചേർക്കുന്നില്ലെങ്കിൽ ബാക്കി സ്റ്റെപ്പൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് മാംഗോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓവൺ ആണെങ്കിലും ചെമ്പിലാണെങ്കിലും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇത് ഒരു പുഡിംഗ് ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയം തന്നെ ഞാൻ ചെമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ തടവിയിട്ട് നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് എണ്ണ തടവണം, എന്നാലാണ് നമുക്കിത് കിട്ടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇതാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ബാറ്ററി ഞാൻ ഒരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെച്ചെടുക്കാം. കൈ പൊള്ളാതെ നോക്കണം. ഇത് വെച്ച പാടെ നമ്മളൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 45 മിനിറ്റ് വെക്കണം. എന്നിട്ട് നോക്കണം നിങ്ങൾ ഇതായിനൊന്ന് ആയിട്ടില്ലെങ്കിൽ ഒരു 1 മണിക്കൂർ വരെ ചില സമയം ആവും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട്.
നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ആ ബാക്കിയുള്ളത് ഇതുപോലത്തെ ഒരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തത്. അതും ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫോക്ക് കൊണ്ടോ നമുക്കിതൊന്ന് ഓൾസാക്കി എടുക്കണം. 2 കേക്കും ഇതുപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മിൽക്ക് തയ്യാറാക്കണം. ഞാനിവിടെ മാംഗോ മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിസ്തൻ്റെ എസൻസ് അതല്ലെങ്കിൽ റോസ് മിൽക്ക്, അല്ലെങ്കിൽ ഒന്ന് ഫ്ലേവറും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു 3 മിൽക്കാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ആ മാംഗോ ഒന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് എവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിക്കണം. ഈ എവാപ്പറേറ്റഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഫ്രഷ് ക്രീമും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവാപ്പറേറ്റഡ് മിൽക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ 2 കപ്പ് മിൽക്ക് എടുത്തിട്ട് അത് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1 കപ്പ് ആവുന്നത് വരെ വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എവാപ്പറേറ്റഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇപ്പം മാംഗോ മിൽക്ക് കേക്ക് ആയതുകൊണ്ടാണ് മാംഗോ ആഡ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് അതില്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ബാക്കി 3 മിൽക്കും ചേർക്കുക. അതിൽ ഞാനിപ്പോൾ 1 കപ്പ് എവാപ്പറേറ്റഡ് മിൽക്കും 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1 കപ്പ് ഫ്രഷ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ 3 മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് ഫ്രഷ് മിൽക്കും, ഒന്ന് എവാപ്പറേറ്റഡ് മിൽക്കും, ഒന്ന് കണ്ടൻസ്ഡ് മിൽക്കും. ഇപ്പോൾ നിങ്ങൾ ഏത് ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ആഡ് ചെയ്യാം. ഫ്ലേവറൊന്നും ഇല്ലെങ്കിൽ ഈ 3 മിൽക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേക്കൊക്കെ തണുത്തിട്ടുണ്ട്. ഈ മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു ജാറിലേക്ക് ഒഴിച്ചതാണ്. ഇത് നമുക്ക് ഈ കേക്കിന് മേലെ നന്നായിട്ട് ഒഴിച്ചെടുക്കണം. ഈ കേക്കൊക്കെ നമ്മുടെ ഈ പാല് നല്ലോണം കുതിർന്ന് വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ഒഴിച്ചെടുക്കാം. എല്ലാ സൈഡിലേക്കും ആവണ വിധത്തിൽ ഇതാക്കി കൊടുക്കാം. മറ്റേ കേക്കിലും നമുക്കിതുപോലെ ഒഴിച്ചെടുക്കാം. ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളെ കേക്കിലൊക്കെ നല്ലോണം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. കേക്കിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ വിട്ടുപോകരുത്. എന്നാൽ മാത്രമാണ് നമ്മുടെ പാലൊക്കെ നല്ലോണം ഉള്ളിലേക്കാവും. ഇതും കൂടി നമുക്ക് വെക്കാം. ഇപ്പം നമ്മളെ കേക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനി മറ്റേ കേക്ക് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത്. നമുക്കിനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് പിസ്തയും മാംഗോ പീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു മിൽക്ക് കേക്കാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി മിൽക്ക് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ 3 മിൽക്കും കൂടിയിട്ടുള്ള ഒരു കൂട്ടാണ്. ശരിക്കും ഇത് സൈഡിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേക്കിൽ നല്ല പോലെ ഈ മിൽക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാമെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ഈ ഒഴിച്ചെടുത്ത മിൽക്കും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി മിൽക്ക് കേക്കാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.